ഹലോ ഫ്ലൈവീലേഴ്സ്. ഇന്ന് ഫ്ലൈവീൽ ഓട്ടോ അവാർഡ് 2021 അനൗൺസ് ചെയ്യാണ്. വാഹന ലോകം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഈ വാഹന ലോകത്ത് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇവരിൽ ആരും തന്നെ മോശമായ ഒരു വാഹനവും നിർമ്മിക്കുന്നില്ല. എന്നാൽ ഓരോ വാഹനവും അതിൻ്റെതായ വിഭാഗത്തിൽ മികച്ചതാവാൻ നോക്കുന്നതാണ്. അപ്പോൾ എന്നും നമ്മൾ ഫ്ലൈവീൽ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത നല്ലത് അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 7ാമത്തെ വർഷമാണ് ഫ്ലൈവീൽ ഓട്ടോ അവാർഡ് നടത്തുന്നത്. ഇതിൽ കാറിൻ്റെ വിഭാഗമുണ്ട്, 2 വീലർ വിഭാഗമുണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിൾ വിഭാഗമുണ്ട്. നമ്മൾ ഇന്ന് കാറും ബൈക്കിൻ്റെ വിഭാഗമാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ജൂറി റൗണ്ട് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും അനൗൺസ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു ഫ്ലൈവീൽ ഓട്ടോ അവാർഡിലെ വിന്നേഴ്സിന് ആദ്യം തന്നെ ഞാൻ ആശംസകൾ അറിയിക്കണം. വിന്നേഴ്സിന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വാഹന നിർമ്മാതാക്കളെയും ഞാൻ ആദ്യം തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം അവർ ഈ വാഹന രംഗത്തേക്ക് വന്നതും പുതിയ മോഡൽ കൊണ്ടുവന്നതിലും തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും മികച്ച ഓരോ വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ പ്രത്യേകതയായിട്ട് നമ്മൾ കരുതുന്നത് വെറും ഒരു വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല നമ്മൾ വണ്ടികളെ തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ആ പാഷൻ അംഗീകരിക്കാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഡിസൈൻ, ഏറ്റവും മികച്ച ടെക്നോളജി, ഏറ്റവും അധികം നമ്മൾ എൻജോയ് ചെയ്യുന്ന കാർ, ഇതെല്ലാം കൂടിയിട്ടാണ് ഫ്ലൈവീലിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു അവാർഡായിട്ടുള്ള കാർ ഓഫ് ദി ഇയറും ബൈക്ക് ഓഫ് ദി ഇയറും കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓഫ് ദി ഇയറും നമ്മൾ നൽകുന്നത്. ഇതിൻ്റെ മാനദണ്ഡത്തിൽ എല്ലാം പെടുന്നുണ്ട്. ഡിസൈൻ ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ ആസ്പിറേഷൻ വാല്യൂ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെയാണ് നമ്മൾ വാല്യൂ ഫോർ മണി ആയിട്ട് എടുക്കുന്നത്. അല്ലാതെ മറ്റുള്ള അവാർഡുകൾ പോലെ നമ്മൾ വെറും പണത്തിൻ്റെ മൂല്യം മാത്രം നോക്കിയിട്ടുള്ള അവാർഡ് നിർണ്ണയിക്കാറില്ല. ഈ അവാർഡ് നിർണ്ണയത്തിനായി നമുക്ക് ഫ്ലൈവീൽ ഓട്ടോ അവാർഡ് ജൂറിയുണ്ട്. ജൂറിയിൽ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. നമ്മൾ ജൂറി മെമ്പറിൽ ആദ്യം വരുന്നത് വിവേകാണ്. വിവേക് വേണുഗോപാൽ ക്വാർട്ടർമൈൽ മാഗസിൻ്റെ എഡിറ്ററാണ്. അടുത്ത് വരുന്നത് അരവിന്ദ് ശശിധരൻ, നിങ്ങളുടെ നന്ദു, ഫ്ലൈവീലിൻ്റെ എഡിറ്ററാണ്. പിന്നെ വരുന്നത് ശ്രീകാന്ത്, ഫ്ലൈവീൽ കന്നഡൻ്റെ എഡിറ്ററാണ്. ദിലീപ് റോജ ഒരു അറിയപ്പെടുന്ന ബൈക്ക് റേസറും അതിന് പുറമെ ഫ്ലൈവീൽ തമിഴ് തുടങ്ങാൻ പോകുന്നുണ്ട്, അതിൻ്റെ എഡിറ്ററാണ്. പിന്നെ വരുന്ന ഫ്ലൈവീലിൻ്റെ ഡയറക്ടേഴ്സാണ്. ഇതിൽ ഹുമയൂൺ കലിയാത്ത് ബിസിനസ്സുകാരനാണ്, കൈരളി TMTയുടെ ED ആണ്. മറ്റൊന്ന് വരുന്നത് അജു മുഹമ്മദ്, KRSലെ ഡയറക്ടറാണ്. മറ്റൊന്നുള്ള അഗസ്റ്റിൻ ലിബിൻ, ഫ്ലൈവീലിൻ്റെ ഡയറക്ടറാണ്, നോർമാൻഡീസിൻ്റെ ഡയറക്ടറാണ്, ഫ്രഷ് കട്ടിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ഒന്നുള്ളത് തജ്മലാണ്, നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുള്ള BMG ഗ്രൂപ്പിലെ ഡയറക്ടറാണ്. പിന്നെ ഒന്നുള്ള നെബിലാണ്, ബൈക്ക് എക്സ്പെർട്ടാണ്. ഇതിനുള്ള പുറമെ ഞാനുണ്ട്, ഹാനി മുസ്തഫ, ചീഫ് എഡിറ്റർ ഫ്ലൈവീൽ. ഇനി ഞാൻ ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്ന വിഭാഗം എന്നുള്ള കാർ വിഭാഗമാണ്. ഫ്ലൈവീൽ ഓട്ടോ അവാർഡ് 2021 ഓരോ വിഭാഗങ്ങളും അതിലുള്ള വിന്നേഴ്സിനെയാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നത് ഹാച്ച് ബാക്ക് ഓഫ് ദി ഇയർ ആണ്. ഹാച്ച് ബാക്കിൽ വിന്നറായിട്ടുള്ളത്
SUV ആയിട്ട് വിൻ ചെയ്തിട്ടുള്ള പോർഷെ കായൻ കൂപ്പയാണ്. അടുത്ത വിഭാഗം സ്പോർട്സ് SUV ആണ്. ഇതിലെ വിന്നർ മെർസിഡീസ് AMG GLE 53 കൂപ്പയാണ്. സൂപ്പർ SUV എന്ന വിഭാഗമുണ്ട്, കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ്. ഇതിലെ വിന്നറായിട്ട് വരുന്ന Audi RS Q8 ആണ്. നമ്മൾ സാധാരണ ഡിസൈനിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവാർഡാണ് ഫ്ലൈവിൽ ഓട്ടോ അവാർഡ്. ഇത്തവണ ഡിസൈൻ ഓഫ് ദി ഇയർ ലഭിച്ചിട്ടുള്ള ഇനിയുള്ളത് മുഖ്യമായിട്ടുള്ള അവാർഡാണ് ഫ്ലൈവിൽ കാർ ഓഫ് ദി ഇയർ. അത് ഞാൻ ലാസ്റ്റ് അനൗൺസ് ചെയ്യാം. ഇനി നമുക്ക് ബൈക്ക് വിഭാഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ടൂ വീലർ വിഭാഗത്തിലേക്ക് പോകാം. ഫ്ലൈവിൽ ഓട്ടോ അവാർഡ് ടൂ വീലർ സെഗ്മെന്റിൽ ആദ്യത്തെ വിഭാഗം സ്കൂട്ടർ ഓഫ് ദി ഇയർ ആണ്. ഈ വർഷത്തെ സ്കൂട്ടർ ഓഫ് ദി ഇയർ ഹീറോ മൈസ്ട്രോ എഡ്ജ് 125. ക്രൂസർ ബൈക്ക് അബവ് 400cc വിന്നറായിട്ട് വരുന്ന ട്രയംഫ് റോക്കറ്റ് രണ്ട് മോഡലും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ റോയൽ എൻഫീൽഡ് ട്വിൻസ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിക്കുകയാണ് ഹസ്ക്വാർണ ട്വിൻസിന്. ഇതിൽ സ്വാറ്റ് പില്ലനുണ്ട്,
ഇനിയുള്ള മുഖ്യമായിട്ടുള്ള 2 അവാർഡുകളാണ്. അത് ബൈക്ക് ഓഫ് ദി ഇയറും കാർ ഓഫ് ദി ഇയറാണ്. ഫ്ലൈവീൽ ബൈക്ക് ഓഫ് ദി ഇയർ 2021 ആയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഗസ്? ഓക്കെ, റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ആണ്. കൺഗ്രാറ്റുലേഷൻസ്. Congratulations Royal Enfield for winning Flywheel Bike of the Year 2021. In the final award, which is the most curious I think, is the Flywheel Car of the Year award. Any guesses? എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഗസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും യുനാനിമസ്ലി തീരുമാനിക്കപ്പെട്ടൊരു അവാർഡാണിത്. മഹീന്ദ്ര താർ. കൺഗ്രാറ്റുലേഷൻസ് മഹീന്ദ്ര ഫോർ വിന്നിംഗ് ഫ്ലൈവീൽ കാർ ഓഫ് ദി ഇയർ 2021. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിന്നേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിരത്തിൽ എത്തിച്ച എല്ലാ ഓട്ടോ മാനുഫാക്ചറിങ് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇതിൽ വിന്നേഴ്സായി വന്നവർ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇനിയുള്ള എല്ലാ മാനുഫാക്ചേഴ്സും അടുത്ത തവണത്തേക്കുള്ള ട്രയലാണ്. അടുത്ത തവണ നമ്മൾ പുതിയൊരു അവാർഡ് വരും. അത് ഈ വർഷം ഇറങ്ങുന്ന എല്ലാ വണ്ടികളും കണക്കിലെടുത്തിട്ട് നെക്സ്റ്റ് ഇയർ ഫ്ലൈവീൽ 2022 അവാർഡ്സ് ആയിരിക്കും വരാം. ഇത് ഞങ്ങൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓഫ് ദി ഇയർ അവാർഡും ഉടനെ തന്നെയാണ് വെച്ചത്. എന്താണെങ്കിലും ഈ വർഷത്തെ അവാർഡും ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നമുക്ക് മേ ബി ഒരു ഗ്രൗണ്ട് ഈവൻ്റായിട്ട് നടത്താൻ പറ്റുന്ന പ്രത്യാശയോടെ ഇത്തവണ ഇവിടെ പറയുന്നു. ഈ അവാർഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഗസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾ അറിയിക്കണം. അടുത്ത തവണ നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.